ഭക്തിയുടെ നിറവിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. അത്തം ചതുശതം വലിയ വട്ടളം പായസവും പെരുമാൾക്ക് നിവേദിച്ചു. 28 ദിവസം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് വാളാട്ടം. അക്കരെ കൊട്ടിയൂരിൽ അത്തം ചതുശതം വലിയ വട്ടളം പായസം പെരുമാൾക്ക് നിവേദിച്ചു. പതിവ് പൂജകൾക്ക് ശേഷമാണ് അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം വലിയ വട്ടളം പായസം പെരുമാൾക്ക് നിവേദിച്ചത്. തുടർന്ന് ആനകളുടെ അകമ്പടിയില്ലാതെ നടന്ന ഉച്ചശീവേലിയുടെ മധ്യത്തിൽ വാളാട്ടവും നടത്തി. ആരാധന ദിവസങ്ങളിലുള്ളതുപോലെ പൊന്നിൻ ശീവേലിയായിരുന്നു നടന്നത്. ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ അവസാന ശീവേലിയാണ് നടന്നത്. ഭണ്ഡാരം എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ദേവി ചൈതന്യം കുടികൊള്ളുന്ന ചപ്പാരം ക്ഷേത്രവാളുകളുമായി സ്ഥാനികർ തിരുവഞ്ചിറയിൽ ഇറങ്ങി നിന്നു. വാളശന്മാരാണ് വാളാട്ടം നടത്തുന്നത്. വാളശന്മാർ കിഴക്കേ നടയിൽ ഇറങ്ങി ദേവീ ദേവന്മാരുടെ തിടമ്പുകളെ പ്രദക്ഷിണം വെച്ച് നിൽക്കും. തിടമ്പുകൾക്ക് അഭിമുഖമായി നിലയുറപ്പിച്ച് പാണിവാദ്യത്തിന് അനുസൃതമായാണ് വാളാട്ടം നടത്തുക. തിടമ്പുകളിലെ ദേവീ ദേവന്മാരുടെ ചൈതന്യം ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് വാളാട്ടം. തുടർന്ന് ശീവേലി പൂർത്തിയാക്കി കുടിപതികളുടെ തേങ്ങയേറ് ചടങ്ങും നടന്നു. തൃക്കലശാട്ട് കഴിഞ്ഞ് മണത്തണയിലേക്ക് ഭണ്ഡാരങ്ങൾ തിരിച്ചെഴുന്നള്ളിക്കുന്ന കുടിപതികളാണ് തേങ്ങയേറ് ചടങ്ങ് നടത്തിയത്. കലശമണ്ഡപത്തിൽ കലശപൂജയും നടത്തി. 28 ദിവസം നീണ്ട വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നടക്കുന്ന തൃക്കലശാട്ടോടെ സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.